ശ്രീലങ്ക അങ്ങനെ സെമി ഫൈനൽസ് കാണാതെ പുറത്തായി. ന്യൂസിലാൻഡിന് വീണ്ടും സെമി പ്രതീക്ഷകൾ. കുറച്ച് ദിവസങ്ങളായിട്ട് സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് മുതൽ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു. സോ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഒരു ഘട്ടത്തിൽ 85 റണ്ണിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ സ്ട്രഗിൾ ചെയ്യായിരുന്നു, എസ്പെഷ്യലി 15 ഓവർ സമയത്ത്. പിന്നെയാണ് അവരുടെ ക്ലാസ് ലോവർ ഓർഡർ ഇറങ്ങിയിട്ട് 4 ഓവറിൽ 70+ റൺസ് അടിച്ചിട്ട് 168 എന്നുള്ള ഒരു കോമ്പറ്റീവ് ടോട്ടൽസിലേക്ക് എത്തിച്ചു. ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിച്ച ആദ്യ സ്റ്റേഡിയത്തിലായിരുന്നു ഇന്നും കളി. രണ്ടാമത് ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്ക ഒരു ഘട്ടത്തിൽ പോലും ഡോമിനേറ്റ് ചെയ്യുന്നതായി കണ്ടില്ല. തുടക്കം മുതലേ പതറിച്ച കണ്ടിന്യൂസ് ആയിട്ട് വിക്കറ്റ് പോയി. ഇന്ന് ന്യൂസിലാൻഡിന്റെ സ്പിന്നേഴ്സ് മാത്രം 17 ഓവർ ബോൾ ചെയ്തു. ഒരു ഘട്ടത്തിൽ പോലും ശ്രീലങ്ക ഒരു റൺ ഉയർത്താനുള്ള ശ്രമം നടത്തിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് വിക്കറ്റ് പോയി. ആരും ഒരു പോസിറ്റീവ് ഇന്റന്റോടുകൂടി കളിച്ച പോലെ തോന്നിയില്ല. പാകിസ്ഥാനെതിരെയാണ് ശ്രീലങ്കയുടെ അടുത്ത മാച്ച്. ശ്രീലങ്കയെ തോൽപ്പിക്കുകയും വേണം, ന്യൂസിലാൻഡിനെതിരെ ഇംഗ്ലണ്ട് ജയിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന് ചെറിയ പ്രതീക്ഷയുണ്ട്. പക്ഷെ മുൻതൂക്കം കൂടുതൽ ന്യൂസിലാൻഡ് തന്നെയാണ് ഗ്രൂപ്പ് ബിയിൽ. ഗ്രൂപ്പ് എയിലെ നാളെ 2 വലിയ മത്സരങ്ങളാണ്. ആദ്യം നടക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഒരു തീപാറിയ കളിയായിരിക്കും. ഇന്ത്യക്ക് ഭയപ്പെടണമെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് നാളെ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ കുറച്ച് കഷ്ടമാണ്. നേരെ മറിച്ച് തോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ സിംബാബ്വെക്കെതിരെ ഇന്ത്യ തോറ്റാലും കഴിയുന്ന കാര്യങ്ങൾ പോവും. കഴിഞ്ഞ കളിയിൽ സംഭവിച്ച പല കാര്യങ്ങളും ഈ മത്സരത്തിലെങ്കിലും അവർ തിരുത്തി നല്ല പോസിറ്റീവ് ഇന്ത്യയോടുകൂടി കളിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഇന്ത്യൻ ടീം നാളെ വരുത്താൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ.